അതായത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഈ സംഘങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഉള്ള ആത്മവിശ്വാസം കേരളത്തിൽ ചെലവാകില്ല എന്നാണ് റഹീം പറയുന്നത്. ഞാൻ അതെ ഒരിക്കലും ചെലവാകില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഈ കൂട്ടർ പഠിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇവർ നിശബ്ദമാക്കി വെച്ചിരിക്കുന്ന ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ മാധ്യമങ്ങളെ കൃത്യമായി നിയന്ത്രിക്കും. ഭയപ്പെടുത്തിയാണ് കൂടുതൽ പേരെയും നിയന്ത്രിക്കുക. സമ്മർദ്ദത്തിലാഴ്ത്തിയാണ്. വാണിജ്യപരമായ പരസ്യങ്ങൾ പോലും കൊടുക്കുന്നതിൽ സമ്മർദ്ദത്തിലാഴ്ത്തി കേരളത്തിലെ മാധ്യമങ്ങളെ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ലേ നോക്കൂ, ഇതുപോലൊരു വാർത്ത ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ദ ക്യൂ പുറത്തുവിടുന്നതിന് മുമ്പ് കേരളത്തിലെ പല മാധ്യമ ഗ്രൂപ്പുകളിലും ഈ ഓഡിയോ കറങ്ങിയെന്നാണ്. ആ മാധ്യമ ഗ്രൂപ്പുകൾ ഓഡിയോ കറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ വേറൊരു മാധ്യമം മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരുന്നു എന്തുകൊണ്ട് അവർ വാർത്തയാക്കാൻ തയ്യാറായില്ല? ഇനി ഇത് ക്യൂ പുറത്തുവിടുന്നു, ദ ക്യൂ ധീരതയോടെ പുറത്തുവിടുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കേരളത്തെ പൂർണ്ണമായും ഭയപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുടന്നയ്ക്കകത്ത് ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല. അതിനുമപ്പുറത്താണ് കേരളം. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ഓരോ കാര്യവും ഈടി തിരക്കഥ എഴുതുന്നു, മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നു, മാധ്യമങ്ങൾ രാത്രികാല ചർച്ചകളും അജണ്ടയും ഫിക്സ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, അതിനെ പൊളിച്ചെടുക്കുന്നത്, സോഷ്യൽ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. പൊട്ടിയൊരു മൊബൈൽ ഫോണുമായി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, ഒരു സാധാരണക്കാരനായ മലയാളിക്ക് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ മാധ്യമ സ്ഥാപനങ്ങളെ നിമിഷാർദ്ധ നേരം കൊണ്ട് പൊളിച്ചെറിയാൻ കഴിയുന്നു. ഇത് കേരളത്തിന് സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഒരു ഓൺലൈൻ മീഡിയമല്ലേ, ഒരു ഓൺലൈൻ മീഡിയമാണല്ലോ ഇവിടെ പുറത്ത് വന്നത്. അവരാണല്ലോ ഇത് പുറത്തുവിട്ടത്. ഇതുപോലുള്ള ശബ്ദങ്ങളുണ്ടാകും, വിചാരണകളുണ്ടാകും. ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഇതിനോട് മുഖം തിരിക്കാൻ തയ്യാറായോ? പക്ഷേ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് കേരളത്തിൽ നിങ്ങളുടെ പിറകെ നടക്കുന്ന മുഴുവൻ മാധ്യമങ്ങൾക്കും ഇന്നത് പറയേണ്ടി വന്നു. അതാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സമ്മർദ്ദം. പക്ഷേ റഹീം, മലയാളികളുടെ ജാഗ്രത. എനിക്കതിലൊരു ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ മരണ വാർത്ത വരുന്നു, മരണ വാർത്ത കൊടുക്കാതെ അനുശോചിച്ചു എന്ന വാർത്ത കൊടുക്കുന്നത് എങ്ങനെ ഇരിക്കും? ഈ ശബ്ദരേഖ സംബന്ധിച്ച വാർത്തകൾ കൊടുക്കാതിരിക്കുക, പകരം ഈ ശബ്ദരേഖ സംബന്ധിച്ച രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷത്ത് നിന്ന് ഉയരുക, അത് കഴിഞ്ഞപ്പോൾ അത് അന്വേഷിക്കാൻ നീങ്ങുക, അവിടെ മുതൽ വാർത്ത കൊടുക്കുക. ഈ യഥാർത്ഥ വാർത്ത, അതാണ് ഞാൻ പറഞ്ഞത്, മരണ വാർത്ത കൊടുക്കാതിരിക്കുകയും അനുശോചന വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മട്ടിലായിപ്പോയി. അതിലുള്ള സമീപനം എന്നുകൂടി കാണേണ്ടതുണ്ട്. ശരത് പറഞ്ഞപ്പോഴാണ് ഈ മരണവാർത്തയോടനുബന്ധിച്ചൊരു കാര്യം പറയാൻ പറഞ്ഞത്. മരണവാർത്തയുടെ ആധികാരികത പോലും അറിയാൻ കാത്തു നിൽക്കാതെ വാർത്ത കൊടുക്കുന്ന സംഘമാണിവർ. കേരളത്തിൽ എത്രയോ മരണവാർത്തകൾ പോലും പിന്നീട് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. ആ കൂട്ടരാണ് ഇതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു പോലും. ഞാൻ ആലോചിച്ച കാര്യം അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അങ്ങ് പറഞ്ഞത് ഇത് വാർത്ത കൊടുക്കാൻ തയ്യാറാകാത്തവർ ഇത് സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുടെയും ശ്രീ സുരേന്ദ്രനെയും പ്രതികരണങ്ങൾ വാർത്തയാക്കുന്നു. അതാണല്ലോ അങ്ങ് പറഞ്ഞ കോൺടെസ്റ്റ്. അവിടെ മുതലേ വാർത്തയുള്ളൂ. അപ്പോൾ ഇത് രസകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ഞാനൊരു ദേശീയ തലത്തിലെ ഒരു അനുഭവം കൂടി പറയാം. ഈ ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാൽ അത് ശരിയാണോ, കൊടുക്കാമോ, അതിൻ്റെ ആധികാരികത ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറയാനുള്ള അവകാശമൊക്കെ ജനാധിപത്യപരമായ മാധ്യമപരമായി ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഉണ്ടാവണം. പക്ഷേ അത് കാണുന്നില്ല എന്നുള്ളിടത്താണ് റഹീം ഉന്നയിച്ച വിമർശനത്തിന് പ്രശ്നം നിൽക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി, ഷിബു സോറൻ എന്ന കേന്ദ്രമന്ത്രി, JMM നേതാവ്, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ പോയി നിയമവിരുദ്ധമായി അഭിമുഖം നടത്തി പ്രസിദ്ധീകരിച്ച മാധ്യമ പാരമ്പര്യം ഇന്ത്യൻ മാധ്യമ ലോകത്തിനുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതുമാത്രമല്ല, ഒളിവിൽ കഴിയുന്ന, തലയിൽ വിലയിട്ടിരിക്കുന്ന എത്രയോ പേരുടെ ഇൻ്റർവ്യൂ പോയി എടുത്തിട്ട് ആ ഇൻ്റർവ്യൂ വൈറലായിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നതാണ്. കേരളത്തിലെ ഒരു ചാനൽ, ഞാൻ ചാനലിൻ്റെ പേര് പറയാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, മാതൃഭൂമി ചാനൽ. മാതൃഭൂമി കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പകൽ നേരത്തെ രാവിലെ 10 മണിക്കുള്ള ബ്രേക്കിംഗ് ന്യൂസും പിന്നെ ചർച്ചയും എന്തായിരുന്നു അറിയാമോ? കാണാൻ പറ്റില്ല, ഞാൻ പറയാം. കണ്ണൂരിലെ ശ്രീ വിശ്വവക്കീലോട് ഇരിക്കൊണ്ട് ഞാൻ പറയാണ്, കണ്ണൂരിലെ P ജയരാജനെതിരായി വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത 2 ദിവസമായിട്ട് പരക്കായിരുന്നു. അപ്പോൾ അതൊരു കൊട്ടേഷൻ സംഘ തലവനാണ് ആ വധഭീഷണിയുടെ പിന്നിലെന്നും വാർത്തയുണ്ടായിരുന്നു, പോലീസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ രാവിലത്തെ വാർത്ത എന്താണെന്ന് അറിയുമോ? ആ കൊട്ടേഷൻ സംഘത്തലവനെ മാസ്ക് ഇട്ട് ഒളിവിൽ കഴിയുന്ന അയാളെ പോയിട്ട് മൊഴിയെടുക്കുകയാണ്, മൈറ്റെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അയാൾ പറയാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ആ വാർത്തയുടെ ലീഡാണ് രസകരം. ലീഡ് P ജയരാജനെതിരായ വധഭീഷണി, വാർത്ത വ്യാജം. ഏതാ ആധികാരികത? കൊല്ലുമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഈ കൊട്ടേഷൻ തലവൻ്റെ ബൈറ്റാണ്. മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ മഹത്തായ ആധികാരികത നിറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചാണ്. ബ്രേക്കിംഗ് ന്യൂസാണ്, അത് ചർച്ചയാണ്.
ഇത് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ നിലപാട് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടെടുക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പക്ഷപാതപരമായ നിലപാട് പകൽ വെളിച്ചത്തിൽ പൊളിഞ്ഞുപോയ ഒരു പകലാണ് ഈ കടന്നുപോയിരിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് അവസാന വാക്ക് എന്ന് കരുതിയിരിക്കുന്ന കാലം കഴിഞ്ഞുപോയി. പുതിയ മാധ്യമങ്ങൾ ഉണ്ടാകുന്നു, സമാന്തര മാധ്യമ ലോകം ഇവിടെ ഉണ്ടാകുന്നു. ആ സമാന്തര മാധ്യമ ലോകം വളരെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ റിമോട്ടുമായി ഇരിക്കുമെന്ന് കരുതിയേക്കരുത്. മറിച്ച് ആ യഥാർത്ഥ വസ്തുതകളും വാർത്തയും തേടിയ സമാന്തര വാർത്താ ലോകത്തിന്റെ പുറകെ അവർ പോകുമെന്ന നല്ല ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് കച്ചവടം പൂട്ടിപ്പോകുന്ന ഓഫീസുകളായി നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ മാറും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. നിങ്ങൾ ശരിയായ വഴിക്ക് നിൽക്കണ്ടേ. ഈടി തുള്ളുന്നത് പോലെ നിങ്ങൾക്ക് തുള്ളാൻ പാടുണ്ടോ? ഈടിയുടെ മുമ്പിലും വിമർശന ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കണ്ടേ. ആ വിമർശന ബുദ്ധിയോടെ ചോദ്യങ്ങൾ ചോദിക്കാനും വിമർശന ബുദ്ധിയോടെ വാർത്തകൾ തേടിപ്പോകാനും മലയാള മാധ്യമ ലോകത്തിന് സാധിക്കുന്നുണ്ടോ? സ്വയം വിമർശനപരമായി ചർച്ച ചെയ്യണം. റഹീം, അത് ചെയ്യൂ. അവരെ ഇതൊന്നും ബാധിക്കില്ല. അത് ചെയ്യാൻ ഒരു BJP-കാരൻ്റെയും ശുപാർശ ഞങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. കൂട്ടിയാൽ ആൾ കൂടും. ഈ പാർട്ടി ഇറങ്ങി നിന്ന് പറയുകയും ചെയ്യും, ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുള്ളതിനേക്കാൾ 10 മടങ്ങ് വിശ്വാസ്യത ഞങ്ങൾക്കുണ്ട്. കാരണം ജനം ഞങ്ങളെ നന്നായി കാണുന്നുണ്ട്, നിങ്ങളെയും കാണുന്നുണ്ട്. ഇനി നിയമ പോരാട്ടത്തിനാണോ നിങ്ങളുടെ എന്തിനെ ശുപാർശ? ഈ സർക്കാർ ഒരു നിയമവാഴ്ചയും അടിയറ വയ്ക്കില്ല. എവിടെയും ഞങ്ങൾ തല ഉയർത്തി നിൽക്കും. ഈ നിങ്ങളല്ലേ CBI ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ കഴിഞ്ഞ ദിവസം. നിങ്ങളല്ലേ ബാക്ക്ഡോറിലൂടെ എൻട്രി ചെയ്തത്. ഇന്നലത്തെ സുപ്രീം കോടതിയുടെ റൂളിംഗ് എന്താ? കഴിഞ്ഞില്ലേ ആ കഥ? നിങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ ഒരു തിരക്കഥയിലായിരുന്നില്ലേ? പിന്നെ നിങ്ങളിവിടെ ഞങ്ങളെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച്. മാധ്യമങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളെയും പിടിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, ആ മാധ്യമം മീശ എന്ന് പറയുന്ന ഒരു നോവൽ, ആ നോവലിൻ്റെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചില്ലേ? നിങ്ങൾ എങ്ങനെയാണ് അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? നിങ്ങൾ മതം ഉപയോഗിച്ചല്ലേ ബ്ലാക്ക്മെയിൽ ചെയ്തത്? സമുദായ സംഘടനകളെ ഇറക്കിയല്ലേ ബ്ലാക്ക്മെയിൽ ചെയ്തത്? നിങ്ങൾ ഒരു സമുദായ സംഘടന ഉപയോഗിച്ച പത്രത്തിൻ്റെ കോപ്പികൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഇടപെട്ടില്ലേ? നിങ്ങൾ എങ്ങനെയാണ് അവരെ സമ്മർദ്ദത്തിലാക്കിയത്? തീരുന്നുണ്ടോ? ആ മാധ്യമ സ്ഥാപനത്തിന് കൊടുത്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 3 വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കരുതെന്ന് അവരോട് പറഞ്ഞു. അവരെ എങ്ങനെ സമ്മർദ്ദത്തിലാഴ്ത്തി? ED ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാഴ്ത്താം. പല അന്വേഷണ ഏജൻസികളും ഞങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് പരസ്യം കൊടുത്താൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ വരും എന്നല്ലേ നിങ്ങളുടെ ഭീഷണി. ആ ഭീഷണിയുടെ മുമ്പിൽ മാധ്യമ സ്ഥാപനങ്ങൾ മുട്ടുമടക്കുമായിരിക്കും. പക്ഷേ CPIM മുട്ടുമടക്കുമെന്ന് കരുതിയേക്കരുത്. ഇവിടെ ആ മാധ്യമ സ്ഥാപനങ്ങൾ മുട്ടിലിഴഞ്ഞാലും സമാന്തര മാധ്യമങ്ങൾ തല ഉയർത്തി നിൽക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയുന്നു. കേരളത്തിൽ 2 മാധ്യമ സ്ഥാപനങ്ങളല്ലേ പൂട്ടിച്ചില്ലേ നിങ്ങൾ വളരെ ബോധപൂർവ്വം നീങ്ങിയില്ലേ? അതിലൊന്ന് മീഡിയ വൺ, മറ്റൊന്നാരാ? ഏഷ്യാനെറ്റ്. BJP MP-യുടെ ചാനലിന് പോലും ഇതാണ് ഗതിയെങ്കിൽ ഞങ്ങൾ ഉൾവലിയുന്നതാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത കേരളത്തിലെ മാധ്യമ മുതലാളികളെ കൊണ്ട് തോന്നിപ്പിച്ചില്ലേ? ഇനി നിങ്ങൾ ഭീഷണിപ്പെടുത്തി പരസ്യം പിൻവലിപ്പിച്ചല്ലോ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന്. ആ പരസ്യദാതാക്കളിൽ ഒരാളുണ്ടല്ലോ, ആ ഒരാൾ ഇന്ന് വേറൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡങ്ങാണ്. അപ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ആലോചിക്കേണ്ടതാണേ. കേരളത്തിൽ മലയാളികൾ ചർച്ച ചെയ്യേണ്ടതാണ്. ശ്രീ KJ ജേക്കബ് നേരത്തെ പറഞ്ഞു വെച്ച് ഞാൻ പൂരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ അപകടകരമായ നിശബ്ദത, എന്തുകൊണ്ടാണ് അപകടകരമായ പക്ഷപാതിത്വം, വിധേയത്വം? ഭയന്നിട്ടാണ്. അങ്ങനെ പിന്നെ ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്. അത് കുറേ കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മനോരമ ഉൾപ്പെടെ തുറന്നു വരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർന്നതാണ്. പക്ഷേ ഇതെല്ലാം ചേർന്നാലും അതിനെല്ലാം മുകളിൽ മലയാളികളുടെ ഇച്ഛാശക്തിയുണ്ട്, മലയാളികളുടെ തിരിച്ചറിവുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് വിശ്വൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായി ED നിയമപുസ്തകങ്ങളുടെ മുകളിലല്ല, നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന നല്ല ബോധം EDയും അതിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഈ ഉപദേശിച്ചു തരുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളും കൂടെ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.